നമസ്കാരം. ജ്യോതിഷന്മാരുടെയും ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മളുടെയും ഒക്കെ ഐശ്വര്യത്തിനും ദോഷനിവാരണങ്ങൾക്ക് വേണ്ടിയും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പൂജകളും വഴിപാടുകളും ചെയ്യാറുണ്ട്. പക്ഷേ ഈ പൂജകൾക്ക് ഫലമുണ്ടാകുന്നില്ല, അനുകൂലമായ അവസ്ഥ ഉണ്ടാകുന്നില്ല. ഈ അനുകൂലമായ അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നത്, വഴിപാടുകൾക്ക് ഫലമില്ലാതിരിക്കുന്നത് ക്രമേണ ആ പൂജകൾക്കും വഴിപാടുകൾക്കും അവിശ്വാസം ഉണ്ടാവുകയും അത് ചെയ്ത ആൾക്കാരുടെ അവിശ്വാസം ഉണ്ടാവുകയും ഇത് നിർദ്ദേശിച്ച ആചാര്യന്മാരോടും പൂജാരിമാരോടും അല്ലെങ്കിൽ ജ്യോതിഷന്മാരോടും ഗുരുക്കന്മാരോടുമൊക്കെ അവിശ്വാസം ഉണ്ടാവുകയും ക്രമേണ ഹൈന്ദവ വിശ്വാസങ്ങളോടും ആചാരങ്ങളോട് പോലും അവിശ്വാസം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോയി അത് അപകടത്തിലേക്ക് മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം കഴിക്കുന്ന പൂജകൾക്ക് വഴിപാടുകൾക്ക് ഫലമുണ്ടാകാതിരിക്കുന്നത്? പ്രധാനമായും 2 കാരണങ്ങളാണ്. അതിലൊന്ന്, നമ്മൾ എവിടെയാണ്, ഏത് ക്ഷേത്രത്തിലാണ് പൂജ കഴിച്ചത്, ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യക്കുറവ്. എന്നാൽ പ്രധാനമായി പറയേണ്ട കാര്യം ഇതല്ല, ഈ പൂജ ചെയ്ത പൂജാരിയുടെ ചൈതന്യക്കുറവ്. ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും പൂജ പഠിച്ച് പൂജ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ട്. അത് ധാരാളം പേര് ചെയ്യുന്നുണ്ട്. അവരെ ആരെയും മോശപ്പെടുത്തുവാനോ അവരെ ദുഷിച്ചു പറയുവാനോ അല്ല ഞാനിത് ശ്രമിക്കുന്നത്. മറിച്ച് സത്യസന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം പറയുകയാണ്. പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് ചൈതന്യമില്ലാത്ത അവസ്ഥ. ഒരു പൂജ ചെയ്യുന്ന ആൾ ദൈനംദിനേന അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അനുഷ്ഠിക്കേണ്ടത് അവനവൻ്റെ ഉള്ളിലെ ആത്മഊർജ്ജത്തെ, ഈശ്വര ചൈതന്യത്തെ ദിനം പ്രതി നിയമേന നിത്യേന വളർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്വന്തം പ്രാണ വളർത്തുവാൻ സാധിക്കുന്ന, ആത്മഊർജ്ജത്തെ വളർത്തുവാൻ സാധിക്കുന്ന, അത് മറ്റൊന്നിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന, മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി അത് മനുഷ്യൻ മാത്രമാണ്. അവന് തൻ്റെ പ്രാണ വളർത്തുവാനും അത് കുറയ്ക്കുവാനും അതേപോലെ തന്നെ വളർത്തിയ പ്രാണ അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കും. ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചാണ് ഒരു യഥാർത്ഥ പൂജകൻ തൻ്റെ പൂജകളിലൂടെ മറ്റൊരാളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പൂജകൻ അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്. അത് നിത്യേന അനുഷ്ഠിക്കണം. അത് പ്രധാനമായും 4-ാം യാമത്തിൽ എഴുന്നേറ്റ് അവൻ സ്നാനങ്ങളൊക്കെ ചെയ്ത്, വൈദിക സ്നാനം ചെയ്ത് ശേഷം ദേവാരമൂർത്തികളെയൊക്കെ യഥാവിധി പൂജിച്ച് ലളിത സഹസ്രനാമം ഉൾപ്പെടെയുള്ളവ ചൊല്ലുമെങ്കിൽ അത് ചൊല്ലി, ഗായത്രി ജപം തീർച്ചയായും നിത്യേന ചൊല്ലി തൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ തൻ്റെ പ്രാണ ഊർജ്ജത്തെ വളർത്തിക്കൊണ്ടേയിരിക്കണം. ആൾക്കൊരു ഇഷ്ടദേവനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദേവാരമൂർത്തി ഉണ്ടായിരിക്കണം, കുലദേവത ഉണ്ടായിരിക്കണം. ആ കുലദേവതയെ കൃത്യമായി അനുഷ്ഠിക്കണം. അങ്ങനെ ആ അനുഷ്ഠാനങ്ങളിലൂടെ ആ മന്ത്രത്തിൻ്റെ സിദ്ധി നേടണം. മന്ത്രസിദ്ധിയുള്ള ഒരാൾക്ക് കൃത്യമായും അയാൾ ചെയ്യുന്ന പൂജകൾക്ക് തീർച്ചയായും പൂർണ്ണഫലമുണ്ടാകും. ഇത്തരത്തിൽ പൂജ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന പൂജ അത് പൂർണ്ണമായി ഫലിക്കുകയും ചെയ്യും. അപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല പൂജകളും അത് ഫലം ലഭിക്കാത്തത് എന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ട് തൻ്റെ ഊർജ്ജത്തെ വളർത്തിയ പൂജകന്മാരിൽ നമ്മൾ തേടി കണ്ടുപിടിച്ച് അവരെ കൊണ്ട് പൂജ ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ പലവിധ കാരണങ്ങളാൽ ചൈതന്യ ലോകം വന്ന ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പൂജയ്ക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം ക്ഷേത്രങ്ങളിലും പൂജ ചെയ്താൽ ഫലമുണ്ടാവുകയില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം കൃത്യമായ രീതിയിൽ, കൃത്യമായ ക്ഷേത്രത്തിൽ, കൃത്യമായ പൂജാരിയെ കൊണ്ട് കൃത്യമായ രീതിയിൽ പൂജ ചെയ്താൽ നാം ചെയ്യുന്ന പൂജകൾക്ക് ഫലമുണ്ടാകും. ഇതാണ് സത്യം.